ഇടുക്കി മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ ടൗണിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. പെരിയവര ജംഗ്ഷനിലായിരുന്നു പടയപ്പ എത്തിയത്. പിന്നീട് കാട്ടാനയെ വനത്തിലേക്ക് തുരത്തി. ഗൂഡാർവിള ഫാക്ടറി ഡിവിഷനിലും കന്നിമലയിലും കാട്ടാനകൾ എത്തിയത് പരിഭ്രാന്തി പരത്തി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിക്കുകയാണ്. ജനവാസ മേഖലകളിൽ സ്ഥിരസാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ ദിവസം രാത്രി മൂന്നാർ ടൗണിലെത്തി. പെരിവാര ജംഗ്ഷനിലായിരുന്നു പടയപ്പ എത്തിയത്. അപ്രതീക്ഷിതമായി കാട്ടാനയെ കണ്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി. വിനോദസഞ്ചാരികളടക്കം ഈ സമയം പ്രദേശത്തുണ്ടായിരുന്നു. ആന ഇറങ്ങിയതോടെ RRT സംഘത്തെ വിവരമറിയിച്ചു. സംഘമെത്തി കാട്ടാനയെ വനത്തിലേക്ക് തുരത്തി. ഈ സമയം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ലോറിയുടെ ചില്ല് പടയപ്പ തകർത്തു. മൂന്നാർ പെരിയവാറ റോഡിനടുത്ത് ആന ഇറങ്ങി വന്നു. അപ്പോൾ അത് മൂന്നാർ RRT ഇൻഫർമേഷൻ കൊടുത്തു. ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പം തന്നെ വന്നിട്ട് അത് ആന അങ്ങോട്ട് കാട്ടിലേക്ക് ഓടിച്ച് കയറ്റിവിട്ടിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിലേക്ക് പടയപ്പ എത്തിയത്. പടയപ്പയെ കൂടാതെ വേറെയും കാട്ടാനകൾ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഗൂഡാർവേള ഫാക്ടറി ഡിവിഷനിൽ കാട്ടാനക്കൂട്ടം 2 പലചരക്ക് കടകൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും കേടുപാടുകൾ വരുത്തി. കന്നിമലയിൽ രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികളെ കാട്ടാനക്കൂട്ടം വിരട്ടി ഓടിച്ചു. വേനൽ കനക്കുന്നതോടെ കാട്ടാനശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക തോട്ടമേഖലയിൽ ആകെയുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.